ലോകം ഇന്ന് ഇന്ത്യയെ നോക്കി അത്ഭുതപ്പെടുകയാണ്. വെറും ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്ന രാജ്യം എന്ന നിലയിൽ നിന്ന് അത്യാധുനിക ആയുധങ്ങൾ സ്വന്തമായി നിർമ്മിക്കുന്ന ഒരു ഡിഫൻസ് ഹബ്ബായി ഇന്ത്യ മാറിക്കഴിഞ്ഞു. ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത. ഒരേ സമയം 3 വ്യത്യസ്ത തരം യുദ്ധവിമാനങ്ങൾ വൻതോതിൽ നിർമ്മിക്കാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നു. എന്താണ് ഈ പദ്ധതി എന്നും ഇതെങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ മാറ്റുമെന്നും നമുക്ക് ലളിതമായി നോക്കാം. ഇന്ന് ലോകം ഇന്ത്യയെ ഉറ്റുനോക്കുന്നത് വെറും ഒരു വിപണി എന്ന നിലയിലല്ല, മറിച്ച് സാങ്കേതിക വിദ്യയിലും പ്രതിരോധ മേഖലയിലും സ്വയം പര്യാപ്തത കൈവരിച്ച ഒരു വൻ ശക്തി എന്ന നിലയിലാണ്. ഈ മാറ്റത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ നടപ്പിലാക്കാൻ പോകുന്ന ബൃഹത്തായ പ്രതിരോധ പദ്ധതി. 2030ഓടെ 3 വ്യത്യസ്ത തരം അത്യാധുനിക യുദ്ധവിമാനങ്ങൾ ഒരേ സമയം ഇന്ത്യയിൽ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ്. ഇത് കേവലം വിമാനങ്ങൾ നിർമ്മിക്കുന്ന ഒരു പ്രക്രിയയല്ല, മറിച്ച് ആഗോള പ്രതിരോധ ഭൂപടത്തിൽ ഇന്ത്യയുടെ സിംഹാസനം ഉറപ്പിക്കുന്ന നീക്കമാണ്. നമ്മുടെ ഈ യാത്രയിൽ പ്രധാനമായും 3 നായകന്മാരാണുള്ളത്. അതിൽ ആദ്യത്തേത് നമ്മുടെ അഭിമാനമായ തേജസ് മാർക്ക് 2 ആണ്. തേജസ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഇന്ത്യയുടെ സ്വന്തം നിർമ്മിതിയാണെന്ന്. എന്നാൽ മാർക്ക് 2 എന്നത് അതിന്റെ ഒരു പുതിയ മുഖമാണ്. കൂടുതൽ കരുത്തും കൂടുതൽ ആയുധങ്ങൾ വഹിക്കാനും ശേഷിയുള്ള ഈ വിമാനം ഇന്ത്യൻ വ്യോമസേനയിലെ പഴയകാല വിമാനങ്ങൾക്ക് പകരക്കാരനായി മാറും. പൊതുമേഖലാ സ്ഥാപനമായ HAL ഇതിനായി ബംഗളൂരിലും നാസിക്കിലും പുതിയ നിർമ്മാണശാലകൾ ഒരുക്കി കഴിഞ്ഞു. ഈ പദ്ധതിയിലെ രണ്ടാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ വിമാനമാണ് AMCA. ലോകത്തെ വിരലിലെണ്ണാവുന്ന രാജ്യങ്ങൾക്ക് മാത്രം വശമുള്ള സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയാണ് ഇതിന്റെ പ്രത്യേകത. അതായത് ശത്രുക്കളുടെ റഡാറുകളുടെ കണ്ണിൽ പെടാതെ പറക്കാൻ ഈ 5ാം തലമുറ വിമാനത്തിന് സാധിക്കും. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ വിമാനത്തിന്റെ നിർമ്മാണത്തിന് ടാറ്റയും L&T പോലുള്ള സ്വകാര്യ കമ്പനികളും സർക്കാരുമായി കൈകോർക്കുന്നു എന്നതാണ്. 15,000 കോടി രൂപ ഗവേഷണത്തിനായി മാത്രം ചെലവഴിക്കുന്ന ഈ വിമാനം 2030കളുടെ പകുതിയോടെ ഇന്ത്യൻ ആകാശത്ത് കാവലാളായി എത്തും. ഇതിനോടൊപ്പം തന്നെ ആഗോളതലത്തിൽ പേരെടുത്ത റഫാൽ വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള നീക്കവും സജീവമാണ്. ഫ്രഞ്ച് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച റിയലൻസും ദസോ ഏവിയേഷനും ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. വിദേശത്ത് നിന്ന് വിമാനം വാങ്ങുക എന്നതിലുപരിയായി അതിന്റെ നിർമ്മാണ രഹസ്യങ്ങൾ കൂടി ഇന്ത്യക്ക് ലഭിക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. നമ്മുടെ തദ്ദേശീയ ആയുധങ്ങളായ അസ്ത്രയും രുദ്രവും ഈ വിമാനങ്ങൾ ഘടിപ്പിക്കാൻ കഴിയുന്നത് ഇന്ത്യയുടെ ആയുധക്കരുത്തിന് വലിയൊരു മുതൽക്കൂട്ടാവും. ഈ മാറ്റം ഇന്ത്യക്ക് എന്ത് നൽകും എന്ന് ചോദിച്ചാൽ അതിന് ഒരൊറ്റ ഉത്തരമേയുള്ളൂ: അതിരുകളില്ലാത്ത സുരക്ഷയും സ്വാശ്രയത്വവും. 10,000 കോടി രൂപയുടെ നിക്ഷേപം ഈ മേഖലയിൽ വരുന്നതോടെ ആയിരക്കണക്കിന് യുവാക്കൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കും. ഇനി ആയുധങ്ങൾക്കായി ഇന്ത്യ മറ്റു രാജ്യങ്ങളെ അമിതമായി ആശ്രയിക്കേണ്ടി വരില്ല. പകരം ഇന്ത്യ നിർമ്മിക്കുന്ന വിമാനങ്ങൾ ലോകത്തിന് മുൻപിൽ അഭിമാനത്തോടെ അവതരിപ്പിക്കാൻ ഇന്ത്യക്ക് സാധിക്കും. പണ്ട് നമ്മൾ ആയുധങ്ങൾക്കും വിമാനങ്ങൾക്കുമായി മറ്റു രാജ്യങ്ങളുടെ വാതിലിൽ മുട്ടി നിൽക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് കഥ മാറി. ഫിലിപ്പീൻസ് പോലുള്ള രാജ്യങ്ങളിലേക്ക് നമ്മൾ ബ്രഹ്മോസ് മിസൈലുകൾ കയറ്റി അയക്കുന്നു. തേജസ് വിമാനം വാങ്ങാൻ പോലും പല രാജ്യങ്ങളും താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇന്ത്യ ഇപ്പോൾ വാങ്ങുക മാത്രമല്ല, ലോകത്തിന് ആയുധങ്ങൾ വിൽക്കുകയും ചെയ്യുന്നു. വ്യോമസേനയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സ്വന്തം വിമാനവാഹിനി കപ്പലായ INS വിക്രാന്തിനെ കുറിച്ച് സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ കരുത്ത് വിളിച്ചോതാൻ സഹായിക്കുകയാണ്. സമുദ്രത്തിന് നടുവിൽ ഒരു ചെറിയ നഗരം പോലെ ഒഴുകി നടക്കുന്ന ഈ കപ്പലിൽ നിന്നാണ് നമ്മുടെ തേജസ് വിമാനങ്ങൾ പറന്നുയരാൻ പോകുന്നത്. ഇന്ത്യയുടെ ഈ കുതിച്ചുചാട്ടം വെറുമൊരു വിമാനം നിർമ്മിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു പ്രധാന ഘടകം നമ്മുടെ തദ്ദേശീയ എഞ്ചിൻ നിർമ്മാണമാണ്. ഏതൊരു വിമാനത്തിന്റെയും ഹൃദയം അതിന്റെ എഞ്ചിനാണ്. ഇത്രയും കാലം നമ്മൾ വിദേശ എഞ്ചിനുകളെയാണ് ആശ്രയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അമേരിക്കയുടെ GE കമ്പനിയുമായി ചേർന്ന് തേജസ് മാർക്ക് 2നുള്ള എഞ്ചിനുകൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ പോവുകയാണ്. ഇതിലൂടെ വിമാനത്തിന്റെ പുറംമൂടി മാത്രമല്ല, അതിന്റെ ആത്മാവായ എഞ്ചിൻ സാങ്കേതിക വിദ്യയും ഇന്ത്യക്ക് സ്വന്തമാവും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആയുധ പരീക്ഷകരുടെ വിജയമാണ്. വിമാനം ഫ്രഞ്ചുകാരൻ്റെതായാലും അമേരിക്കേണ്ടതായാലും അതിൽ ഘടിപ്പിക്കുന്ന മിസൈലുകൾ ഇന്ത്യയുടെ സ്വന്തമായിരിക്കണമെന്ന കടുംപിടുത്തം ഇന്ന് ഇന്ത്യക്കുണ്ട്. ഇതിന്റെ ഫലമാണ് അസ്ത്ര പോലുള്ള മിസൈലുകൾ. ശത്രു വിമാനത്തെ കാണാൻ പോലും കഴിയാത്ത ദൂരത്ത് നിന്ന് തകർക്കാൻ ശേഷിയുള്ള ഇത്തരം മിസൈലുകൾ ഇന്ന് ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചു കഴിഞ്ഞു. ഇത് നമ്മുടെ പ്രതിരോധ ചെലവ് വലിയ രീതിയിൽ കുറയ്ക്കാൻ സഹായിക്കുകയാണ്. നമുക്ക് ചുറ്റുമുള്ള ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങൾ നോക്കിയാൽ ഈ നീക്കങ്ങളുടെ പ്രസക്തി മനസ്സിലാകും. 2 വശത്തും വെല്ലുവിളികൾ നേരിടുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. അവിടെ അതിവേഗം വിന്യസിക്കാൻ കഴിയുന്ന തേജസും ശത്രുവിന്റെ കണ്ണിൽപ്പെടാത്ത AMCAയും ശത്രുപാളയത്തിൽ നാശം വിതയ്ക്കാൻ ശേഷിയുള്ള റഫാലും ചേരുമ്പോൾ
അതൊരു തകർക്കാനാവാത്ത പ്രതിരോധ കോട്ടയായി മാറും. ഇന്ന് ലോകരാജ്യങ്ങൾ ഇന്ത്യ ഒരു വിശ്വസ്ത പങ്കാളിയായി കാണുന്നു. ആയുധങ്ങൾക്കും സാങ്കേതിക വിദ്യയ്ക്കുമായി പണ്ട് നമ്മൾ റഷ്യയെയോ അമേരിക്കയോ മാത്രം ആശ്രയിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാണ്. പ്രതിരോധ ഇറക്കുമതിക്കാരൻ എന്ന ലേബലിൽ നിന്ന് പ്രതിരോധ കയറ്റുമതിക്കാരൻ എന്ന പദവിയിലേക്കുള്ള ഇന്ത്യയുടെ ഈ വളർച്ച വെറും 10 വർഷം കൊണ്ടാണ് സംഭവിച്ചെന്നത് ഏതൊരു ഇന്ത്യക്കാരെയും ആവേശഭരിതനാക്കുന്ന ഒന്നാണ്. ഇന്ത്യൻ പ്രതിരോധ ചരിത്രത്തെ മോദിക്ക് മുൻപും മോദിക്ക് ശേഷവും ഇന്ന് വേർതിരിച്ച് തന്നെ കാണേണ്ടതുണ്ട്. പതിറ്റാണ്ടുകളായി ആയുധങ്ങൾക്കും സാങ്കേതിക വിദ്യയ്ക്കുമായി വിദേശ രാജ്യങ്ങളെ മാത്രം ആശ്രയിച്ചിരുന്ന ഇന്ത്യയുടെ ആ ശീലം മാറ്റിയെടുത്തു എന്നതാണ് ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ വിജയം. നമ്മുടെ സൈനികരുടെ കയ്യിലുള്ള ആയുധം നമ്മുടെ മണ്ണിൽ നിർമ്മിച്ചതാകണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിശ്ചയദാർഢ്യം ഇന്ന് യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ്. ആത്മനിർഭർ ഭാരത് എന്ന മുദ്രാവാക്യം വെറും ഒരു വാക്കിൽ ഒതുക്കാതെ പ്രതിരോധ ഇറക്കുമതി കുറയ്ക്കുന്നതിനായി 100 കണക്കിന് ഉൽപ്പന്നങ്ങളുടെ പട്ടിക തയ്യാറാക്കി അവ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കണമെന്ന് അദ്ദേഹം നിർബന്ധം പിടിച്ചു. ഇതിന്റെ ഫലമായാണ് ടാറ്റയും L&Tയും പോലുള്ള വൻകിട ഇന്ത്യൻ കമ്പനികൾ യുദ്ധവിമാനങ്ങളുടെയും മിസൈലുകളുടെയും നിർമ്മാണത്തിൽ ഇന്ന് സജീവ പങ്കാളികളാകുന്നത്. നയതന്ത്ര തലത്തിലും വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. റഫാൽ വിമാനങ്ങൾ അതിവേഗം ഇന്ത്യയിൽ എത്തിച്ചതും ലോകശക്തിയായ അമേരിക്കയെ പോലും തങ്ങളുടെ അത്യാധുനിക ജെറ്റ് എഞ്ചിൻ സാങ്കേതിക വിദ്യ ഇന്ത്യയുമായി പങ്കുവയ്ക്കാൻ പ്രേരിപ്പിച്ചതും മോദി സർക്കാരിന്റെ ശക്തമായ വിദേശ നയത്തിന്റെ തെളിവ് തന്നെയാണ്. പണ്ട് ആയുധങ്ങൾ വാങ്ങാൻ റഷ്യയുടെയോ അമേരിക്കയുടെയോ പിന്നാലെ നടന്നിരുന്ന ഇന്ത്യ ഇന്ന് ആയുധങ്ങൾ വാങ്ങാൻ വരുന്ന രാജ്യങ്ങളെ സ്വീകരിക്കുന്ന ഒരു ഗ്ലോബൽ ഡിഫൻസ് എക്സ്പോർട്ടറായി മാറിയിരിക്കുകയാണ്. ബ്രഹ്മോസ് മിസൈലുകളും തേജസ് വിമാനങ്ങളും വാങ്ങാൻ ഇന്ന് ലോക രാജ്യങ്ങൾ ക്യൂ നിൽക്കുന്നത് പുതിയ ഇന്ത്യയുടെ കരുത്തിന്റെ അടയാളം തന്നെയാണ്. തീരുമാനങ്ങൾ എടുക്കുന്നതിലെ വേഗതയാണ് മറ്റൊരു ഘടകം. അതിർത്തിയിലെ സൈനികർക്ക് അത്യാധുനിക റൈഫിളുകൾ മുതൽ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ വരെ ലഭ്യമാക്കുന്നതിൽ അദ്ദേഹം വ്യക്തിപരമായ താല്പര്യമെടുത്തു. സമുദ്രത്തിൽ INS വിക്രാന്തും ആകാശത്ത് തേജസ്സും അതിർത്തിയിൽ അത്യാധുനിക മിസൈലുകളും അണിനിരക്കുമ്പോൾ അത് കേവലം പ്രതിരോധം മാത്രമല്ല, മറിച്ച് ലോകത്തിന് മുന്നിൽ ഇന്ത്യ നടത്തുന്ന ഒരു പ്രഖ്യാപനമാണ്. ഈ മാറ്റങ്ങൾ ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമാക്കുന്നതിലേക്കുള്ള വലിയൊരു ചുവടുവെപ്പാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് കേവലം 3 യുദ്ധവിമാനങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ ചില നിർമ്മാണശാലകളെ കുറിച്ചോ മാത്രമല്ല. ഇതൊരു പുതിയ ലോകക്രമത്തിൽ ഇന്ത്യ തന്റെ സ്ഥാനം ഉറപ്പിക്കുന്നതിന്റെ പ്രഖ്യാപനമാണ്. ദശകങ്ങളോളം പ്രതിരോധ മേഖലയിൽ വാങ്ങുന്നവർ എന്ന ലേബലിൽ ഒതുങ്ങിപ്പോയ ഒരു രാജ്യം ഇന്ന് നിർമ്മാതാക്കളും ദാതാക്കളുമായി മാറുന്നത് ഒരു ചെറിയ മാറ്റമല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന ഏറ്റവും വലിയ നയം തന്ത്രപരമായ സ്വയം ഭരണാധികാരം എന്നതാണ്. അതായത് ഒരു വശത്ത് നമ്മൾ റഷ്യയുമായി സഹകരിക്കുമ്പോഴും മറുവശത്ത് അമേരിക്കയിൽ നിന്ന് ഏറ്റവും പുതിയ ജെറ്റ് എഞ്ചിൻ സാങ്കേതിക വിദ്യ നേടിയെടുക്കുന്നു. ഫ്രാൻസുമായി ചേർന്ന് ഇവിടെ വിമാനങ്ങൾ നിർമ്മിക്കുന്നു. ഈ നയതന്ത്ര ചതുരംഗ കളിയിൽ ഇന്ത്യ വിജയിക്കുന്നത് കൊണ്ടാണ് ലോകശക്തികൾ ഇന്ന് നമ്മുടെ നിബന്ധനകൾക്കനുസരിച്ച് സഹകരിക്കാൻ തയ്യാറാകുന്നത്. ഇന്ന് നാം കാണുന്ന ഈ 3 വിമാന പദ്ധതികളും യാഥാർത്ഥ്യമാകുമ്പോൾ ഇന്ത്യക്ക് ലഭിക്കുന്നത് വെറും ഒരു ആയുധശേഖരമല്ല, മറിച്ച് സാങ്കേതികമായ പരമാധികാരമാണ്. യുദ്ധമുണ്ടാകുമ്പോൾ സ്പെയർ പാർട്സിനോ മിസൈലുകൾക്കോ വേണ്ടി നമുക്കിനി മറ്റൊരു രാജ്യത്തിന് മുന്നിലും വരി നിൽക്കേണ്ടി വരില്ല. മേക്ക് ഇൻ ഇന്ത്യ എന്നതിലൂടെ നമ്മുടെ പണം നമ്മുടെ രാജ്യത്ത് തന്നെ നിൽക്കുന്നു. നമ്മുടെ എഞ്ചിനീയർമാർക്ക് തൊഴിൽ ലഭിക്കുന്നു. ഒപ്പം നമ്മുടെ നാടിന്റെ സുരക്ഷ നമ്മുടെ കൈകളിൽ തന്നെ ഭദ്രമാകുന്നു. ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ ഇപ്പോഴുള്ളത് ഒരു വസന്തകാലമാണ്. INS വിക്രാന്തിന്റെ ഡെക്കിൽ നിന്ന് തേജസ് വിമാനങ്ങൾ കുതിച്ചുയരുമ്പോഴും അതിർത്തിയിൽ അദൃശ്യനായ കാവൽക്കാരനായി AMCA എത്തുമ്പോഴും അത് തെളിയിക്കുന്നത് ഒന്നേയുള്ളൂ: ഇന്ത്യ ഇനി ആരുടെയും നിഴലിലല്ല. ആഗോള പ്രതിരോധ വിപണിയിൽ ഇന്ത്യ എന്ന പേര് ഒരു ബ്രാൻഡായി മാറിക്കഴിഞ്ഞു. ശത്രുക്കൾക്ക് ഭയവും മിത്രങ്ങൾക്ക് ആശ്വാസവുമായി മാറുന്ന ഈ പുതിയ കരുത്ത് വരും ദശകങ്ങളിൽ ലോകം കണ്ട ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ ഒന്നായി നമ്മുടെ രാജ്യത്തെ മാറ്റുമെന്നതിൽ സംശയമില്ല. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.